Hi all, welcome to Ejus Academy. എൻ്റെ പേര് അശ്വതി. റെയിൽവേ ഫാർമസിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്ലാസ് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്റ്റും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് the synonym of chlorinated lime. Synonym of chlorinated lime ആണ്. ഓപ്ഷനിൽ നമുക്കുള്ളത് സ്ലേക്കഡ് ലൈം ഉണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഉണ്ട്, ലൈംസ്റ്റോൺ ആൻഡ് ക്യുക്ക് ലൈം. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിനോണിം ഓഫ് ക്ലോറിനേറ്റഡ് ലൈം ആണ്. നമുക്ക് സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സ്ലേക്കഡ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് ക്യുക്ക് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ്. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നതാണ് ക്ലോറിനേറ്റഡ് ലൈം അല്ലെങ്കിൽ CaOCl2. അപ്പോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ ആണ്. സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ബ്ലീച്ചിങ് പൗഡർ ക്ലോറിനേറ്റഡ് ലൈം അല്ലെങ്കിൽ CaOCl2, ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് ക്യുക്ക് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ ആണ്. രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ഷെഡ്യൂൾ ഇൻ വിച്ച് ദ ഫാക്ടറി പ്രിമിസസ് മസ്റ്റ് കംപ്ലൈ. Name the schedule in which the factory premises must comply. ഓപ്ഷനിലുള്ളത് ഓപ്ഷൻ എ എം, ഓപ്ഷൻ ബി എൻ, ഓപ്ഷൻ സി ഒ ആൻഡ് ഓപ്ഷൻ ഡി പി. ഷെഡ്യൂൾ എം എന്ന് പറയുന്നത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് ആണ്. ഷെഡ്യൂൾ എം. ഷെഡ്യൂൾ എൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് മിനിമം എക്യുപ്മെന്റ്സ് ഫോർ ദ എഫിഷ്യന്റ് റണ്ണിംഗ് ഓഫ് ഫാർമസി. ഷെഡ്യൂൾ ഒ എന്ന് പറയുന്നത് ഡിസിൻഫെക്റ്റന്റ് ഫ്ലൂയിഡ്സും ഷെഡ്യൂൾ പി എന്ന് പറയുന്നത് ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സ് ആണ്. അപ്പോ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഫാക്ടറി പ്രിമിസസ് മസ്റ്റ് കംപ്ലൈ വരുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ എം ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. എൻ എന്ന് പറയുന്നത് മിനിമം എക്യുപ്മെന്റ്സ് ആണ്. ഒ എന്ന് പറയുന്നത് ഡിസിൻഫെക്റ്റന്റ് ഫ്ലൂയിഡ്സിൻ്റെതാണ്. പി എന്ന് പറയുന്നത് ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിൽഹെൽമി പ്ലേറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ. വിൽഹെൽമി പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു തിൻ പ്ലേറ്റ് ആണ്. വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ സർഫസ് ടെൻഷൻ ഓർ ഇന്റർഫേഷ്യൽ ടെൻഷൻ ഓഫ് ദ എയർ ടു ലിക്വിഡ് ഓർ ലിക്വിഡ് ടു ലിക്വിഡ് ഇന്റർഫേസ്. സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ ഇന്റർഫേഷ്യൽ ടെൻഷൻ, ലിക്വിഡ് ടു ലിക്വിഡ് അല്ലെങ്കിൽ എയർ ടു ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ ഇന്റർഫേഷ്യൽ ടെൻഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വിൽഹെൽമി പ്ലേറ്റ് മെത്തേഡ്. അപ്പൊ നാലാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ സർഫസ് ടെൻഷൻ. അഞ്ചാമത്തെ ചോദ്യം, HLB value of sodium lauryl sulfate. HLB value, hydrophilic lipophilic balance. HLB value, sodium lauryl sulfate ന്റെ HLB value ഏതാണെന്നുള്ളതാണ്. HLB value മൊത്തം എത്രയുണ്ട്? 0 to 20. അപ്പൊ 0 to 20 വരുന്ന HLB വാല്യൂല് സോഡിയം ലോറൈൽ സൾഫേറ്റിന്റെ HLB വാല്യൂ എന്ന് പറയുന്നത് എത്രയാണോ? 40 ആണ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 40, ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസ്. In Chayl-Dall's method, sample containing nitrogen is digested with. അതായത് Chayl-Dall's method എന്താണ്? Chayl-Dall's method നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആയാലും അല്ലെങ്കിൽ ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആയാലും നൈട്രജൻ കണ്ടന്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് Chayl-Dall's method എന്ന് പറയുന്നത്. Chayl-Dall's method is used to estimate the amount of nitrogen in organic or inorganic compound. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് Chayl-Dall's മെത്തേഡില് നൈട്രജൻ ഡൈജസ്റ്റ് വിത്ത് മീൻസ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്നുള്ളതാണ്. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. Chayl-Dall's മെത്തേഡിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ആറാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. The extent of reproducibility of the result.
the extent of reproducibility of the result എന്ന് പറയുന്നത് precision ഉണ്ട്, linearity ഉണ്ട്, accuracy ഉണ്ട്, range ഉണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ precision. The extent of reproducibility of the result എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ precision. ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് the process of transferring of charge from a charge object to the earth is called. The process of transferring of a charge from charge object to the earth is called charging. Correct answer എന്താണ്? Charging. ഓപ്ഷനിൽ നമുക്കുള്ളത് എർത്തിങ് ഉണ്ട്, ഡിസ്ചാർജിങ് ഉണ്ട്, ചാർജിങ് ഉണ്ട്, സ്കിമ്മിങ് ഉണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ചാർജിങ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. CFR to 11 refers to. CFR to 11 മീൻസ് എന്താണെന്നുള്ളതാണ്. അതായത് നമ്മുടെ FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന കറന്റ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, കറന്റ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസിന്റെ കീഴിൽ വരുന്നതാണ് CFR to 11. FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യുന്നതാണ് കറന്റ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, അതിന്റെ കീഴിൽ വരുന്നതാണ് CFR to 11. അതായത് കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷൻസ് ടു 11. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷൻസ് ടു 11. അപ്പോൾ പത്താമത്തെ ചോദ്യം CFR to 11 refers to കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷൻസ് ടു 11. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് indicate the amount of gelling agent used in aftershave gel. Indicate the amount of gelling agent used in aftershave gel. അതായത് aftershave gel-ൽ ഉപയോഗിക്കുന്ന ജെല്ലിംഗ് ഏജന്റിന്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷനിൽ നമുക്കുള്ളത് 10 to 15. ഓപ്ഷൻ എ 10 to 15%, ഓപ്ഷൻ ബി 2 to 5%, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 0 to 1%, ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 5 to 10%. ആഫ്റ്റർ ഷേവ് ജെല്ലിൽ ഉപയോഗിക്കുന്ന ജെല്ലിംഗ് ഏജന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 2 to 5%. ആഫ്റ്റർ ഷേവ് ജെല്ലിൽ ഉപയോഗിക്കുന്ന ജെല്ലിംഗ് ഏജന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു കൺട്രോൾ ദ സ്റ്റിഫ്നെസ് ഓഫ് ദ ആഫ്റ്റർ ഷേവ് ജെൽ. ടു കൺട്രോൾ ദ സ്റ്റിഫ്നെസ് ഓഫ് ദി ആഫ്റ്റർ ഷേവ് ജെൽ. അപ്പോൾ 14ാമത്തെ ചോദ്യത്തിലുള്ള ആഫ്റ്റർ ഷേവ് ജെല്ലിൽ ഉപയോഗിക്കുന്ന ജെല്ലിംഗ് ഏജന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 2 to 5%. 17ാമത്തെ ചോദ്യം എന്താണ് ആയുഷ് എന്നുള്ളതാണ്. ആയുഷിന്റെ ഫുൾ ഫോം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിലുള്ളത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹെർബൽ. ഓപ്ഷൻ ബിയിലുള്ളത് അലോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഓപ്ഷൻ സിയിലുള്ളത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഓപ്ഷൻ ഡിയിലുള്ളത് ആയുർവേദ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ആയുഷ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആയുർവേദ എ, യോഗ വൈ, യുനാനി യു, സിദ്ധ എസ് ആൻഡ് ഹോമിയോപ്പതി എച്ച്. 17ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്രയോസ്കോപ്പിക് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ്. ക്രയോസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത് it is an analytical method which is used to measure the freezing point of molecular and non-molecular substance by measuring the molecular mass of non-volatile solvent. Cryoscopic method എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ മെത്തേഡ് ആണ്. വോളറ്റൈലും നോൺ വോളറ്റൈലും ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ ഫ്രീസിംഗ് പോയിന്റ് മെഷർ ചെയ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ക്രയോസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം ക്രയോസ്കോപ്പിക് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് വിച്ച് പാരാമീറ്റർ. നമുക്ക് ഓപ്ഷനിലുള്ളത് പാർട്ടിക്കിൾ സൈസ്, ഐസോടോണിസിറ്റി, ഡിഫ്യൂഷൻ ആൻഡ് വിസ്കോസിറ്റി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഐസോടോണിസിറ്റി ആണ്.
Cryoscopic method എന്ന് പറയുന്നത് എന്താണ്? Analytical method ആണ്, which is used to measure the freezing point of molecular and non-molecular substance by measuring the molecular mass of non-volatile solvent. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? Isotonicity ആണ്. Cryoscopic method is used to adjust isotonicity. Indicate the example of pneumatic dryers. Pneumatic dryers-ന്റെ എക്സാമ്പിൾ ഏതാണെന്നുള്ളത് പഠിക്കണം. ഓപ്ഷനിൽ നമുക്കുള്ളത് fluidized bed dryer, freeze dryer, drum dryer and spray dryer. Fluidized bed dryer, freeze dryer, drum dryer and spray dryer. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സ്പ്രേ ഡ്രയർ ആണ്. സ്പ്രേ ഡ്രയർ ആണ്. ഫ്യൂവൽസ്, സോപ്പ് പൗഡേഴ്സ് ഒക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ഡ്രയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂമാറ്റിക് ഡ്രയേഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, സ്പ്രേ ഡ്രയർ. Which one of the following lymphocytes produces antibodies? Antibodies produce ചെയ്യുന്ന lymphocytes ഏതാണെന്നുള്ളതാണ്. ഓപ്ഷനിൽ നമുക്കുള്ളത് ബി സെൽസ്, ടി സെൽസ്, മാക്രോഫേജസ് ആൻഡ് ഹെൽപ്പർ ടി സെൽസ്. ബി സെൽസ് ഉണ്ട്, ടി സെൽസ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്, ഹെൽപ്പർ ടി സെൽസ് ഉണ്ട്. ഇതിൽ ടി സെൽസ് എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെല്ലാണ്. ടി സെൽ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് വിച്ച് മെയിൻലി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് എന്താണ്? ടി സെൽസ് ആണ്. ടി സെൽസ് ആർ ദ വൈറ്റ് ബ്ലഡ് സെൽസ് വിച്ച് മെയിൻലി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. മാക്രോഫേജസ്, മാക്രോഫേജസ് എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് വിച്ച് സ്റ്റിമുലേറ്റ് ദ ഇമ്മ്യൂണിറ്റി സെൽസ്. ഇമ്മ്യൂണിറ്റി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ആര്? മാക്രോഫേജസ്. അടുത്തത് ഹെൽപ്പർ ടി സെൽസ്. ഹെൽപ്പർ ടി സെൽസ് വിച്ച് ഹാസ് എ മേജർ റോൾ ഓൺ ഇമ്മ്യൂണിറ്റി. നമ്മുടെ പ്രതിരോധ ശേഷിയിൽ മേജർ പങ്ക് വഹിക്കുന്നത് ആരാണ്? ഹെൽപ്പർ ടി സെൽസ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി സെൽസ് ആണ്. ഓപ്ഷൻ എ, ബി സെൽസ്. ബി സെൽസ് ആണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിംഫോസൈറ്റ്സ്. ടി സെൽസും വൈറ്റ് ബ്ലഡ് സെൽസ് ദാറ്റ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. മാക്രോഫേജസ് എന്ന് പറയുന്നതും വൈറ്റ് ബ്ലഡ് സെൽസ് ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ഇമ്മ്യൂണിറ്റി സെൽസ്. ആൻഡ് ഹെൽപ്പർ ടി സെൽസ് വിച്ച് ഹാസ് എ മേജർ റോൾ ഓൺ ഇമ്മ്യൂണിറ്റി. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബി സെൽസ്. The objects in motion on ground level possess dash energy, taking ground level as zero potential. ഗ്രൗണ്ട് ലെവലിലുള്ള ഒബ്ജക്ട്സിന്റെ മോഷനിലുള്ളത് ഏത് എനർജി എന്നാണ് ചോദ്യം. ഓപ്ഷൻസിലുള്ളത് ഫ്രിക്ഷണൽ, ഗ്രാവിറ്റേഷണൽ, പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക്. ആൻഡ് ദ ആൻസർ ഈസ് കൈനറ്റിക് എനർജി. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആർ ബൈൻഡിങ് ടു. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഏതൊക്കെയാണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് അറിഞ്ഞിരിക്കണം. അഡക്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. അഡക് എന്നാണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് അറിയപ്പെടുന്നത്. ഈ അഡക്, വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ ആയിട്ടുള്ള ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, ആൽഫ 2 ഗ്ലോബുലിൻ. ഓപ്ഷൻ ബി, ബീറ്റ 2 ഗ്ലോബുലിൻ. ഓപ്ഷൻ സി, ആൽഫ 1 ഗ്ലോബുലിൻ. ആൻഡ് ഓപ്ഷൻ ഡി, ബീറ്റ 1 ഗ്ലോബുലിൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ആൽഫ 2 ഗ്ലോബുലിൻ വിച്ച് ഈസ് എ വൈറ്റമിൻ ഡി പ്രോട്ടീൻ ബൈൻഡിങ്. വൈറ്റമിൻ ഡി ബൈൻഡിങ് പ്രോട്ടീൻ ആണ് ആൽഫ 2 ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള അഡക്, വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ ബൈൻഡ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ആൽഫ 2 ഗ്ലോബുലിൻ വിച്ച് ഈസ് എ വൈറ്റമിൻ ഡി ബൈൻഡിങ് പ്രോട്ടീൻ. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ളതാണ്. വാട്ട് ഈസ് ദ സിംബൽ ഓഫ് ദ എലമെന്റ് ടിൻ? ടിൻ എന്ന എലമെന്റിന്റെ സിംബൽ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷനിലുള്ളത് ടി എൻ, ഓപ്ഷൻ ബി എസ് എൻ, ഓപ്ഷൻ സി എസ് ഐ ആൻഡ് ഓപ്ഷൻ ഡി ടി ഐ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി എസ് എൻ. ടിൻ എന്ന എലമെന്റിന്റെ സിംബൽ ഏതാണ്? ഓപ്ഷൻ ബി എസ് എൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് elements is a diatomic molecule? Which of the following elements is a diatomic molecule എന്നാണ്. ഓപ്ഷൻസിൽ നമുക്കുള്ളത് ഓപ്ഷൻ എ ഫോസ്ഫറസ്, ഓപ്ഷൻ ബി ആർഗൺ, ഓപ്ഷൻ സി സൾഫർ ആൻഡ് ഓപ്ഷൻ ഡി ക്ലോറിൻ. ഇതില് ഫോസ്ഫറസ് എന്ന് പറയുന്നത് പോളി അറ്റോമിക് ആണ്. ആർഗൺ എന്ന് പറയുന്നതോ
മോണോ അറ്റോമിക്. സൾഫർ എന്ന് പറയുന്നത് ഡയറ്റോമിക് മോളിക്യൂൾ ആണ്, പക്ഷേ സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ അല്ലാത്ത ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ് സൾഫർ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലോറിൻ ഈസ് ദ ഡയറ്റോമിക് മോളിക്യൂൾ. ഫോസ്ഫറസ് പോളിയറ്റോമിക്, ആർഗൺ മോണോ അറ്റോമിക് മോളിക്യൂൾ. സൾഫർ എന്ന് പറയുന്നത് ഡയറ്റോമിക് മോളിക്യൂൾ ആണ്, പക്ഷെ സ്റ്റേബിൾ ആയിട്ടുള്ളതല്ല. ക്ലോറിൻ എന്ന് പറയുന്നതാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഡയറ്റോമിക് മോളിക്യൂൾ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫോളോയിങ് എലമെന്റ്സിലുള്ള ഡയറ്റോമിക് മോളിക്യൂൾ ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ക്ലോറിൻ. An ideal sunscreening agent should absorb erythmogenic radiations in the range of. ഒരു ഐഡിയൽ സൺസ്ക്രീനിങ് ഏജന്റ് എറിത്മോജനിക് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്നതിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 100 to 150 നാനോമീറ്റർ. ഓപ്ഷൻ ബി 490 to 520 നാനോമീറ്റർ. ഓപ്ഷൻ സി 400 to 450 നാനോമീറ്റർ. ആൻഡ് ഓപ്ഷൻ ഡി 290 to 320 നാനോമീറ്റർ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 400 to 450 നാനോമീറ്റർ. ഓപ്ഷൻ സി is the correct answer, 400 to 450 നാനോമീറ്റർ. Impure blood is carried by. Impure blood അല്ലെങ്കിൽ deoxygenated blood ക്യാരി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അയോർട്ട. അയോർട്ട എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് ആർട്ടറി ആണ്. ലാർജസ്റ്റ് ആർട്ടറി വിച്ച് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. അയോർട്ട ഈസ് ദ ലാർജസ്റ്റ് ആർട്ടറി വിച്ച് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ്. പൾമനറി വെയിൻ ക്യാരി പ്യൂർ ബ്ലഡ്. Pulmonary vein carry pure blood and coronary artery which supplies blood to all parts of the heart. അപ്പോ അയോർട്ട എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് ആർട്ടറി വിച്ച് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് വിച്ച് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ്. പൾമനറി വെയിൻ എന്ന് പറയുന്നത് വിച്ച് ക്യാരീസ് പ്യൂർ ബ്ലഡ് and coronary artery which supplies blood to all parts of the heart. അപ്പോൾ 26ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി. പൾമനറി ആർട്ടറി ക്യാരീസ് ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓപ്ഷൻ ബി is the correct answer. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് the end point of redox titration. The end point of redox titration. ഓപ്ഷനിൽ നമുക്കുള്ളത് കണ്ടക്ടോമെട്രിക് ടെക്നിക്. ഓപ്ഷൻ ബി പൊട്ടൻഷ്യോമെട്രിക് ആൻഡ് ഇൻഡിക്കേറ്റർ മെത്തേഡ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ, പൊട്ടൻഷ്യോമെട്രിക് ആൻഡ് ആംപിയറോമെട്രിക് മെത്തേഡ്സ്. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇന്റേണൽ ഇൻഡിക്കേറ്റർ ഓൺലി. ഇതിൽ നമ്മുടെ ചോദ്യം എൻഡ് പോയിന്റ് ഓഫ് റിഡോക്സ് ടൈട്രേഷൻ ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻഡിക്കേറ്റർ, പൊട്ടൻഷ്യോമെട്രിക് ആൻഡ് ആംപിയറോമെട്രിക് മെത്തേഡ്സ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് the ability of the eye lens to adjust its focal length. Ability of the eye lens to adjust its focal length is called. ഓപ്ഷനിൽ നമുക്കുള്ളത് ഫോക്കൽ ലെങ്ത്. ഓപ്ഷൻ എ ഫോക്കൽ ലെങ്ത്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അക്കോമഡേഷൻ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് മോഡുലേഷൻ ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിഫിക്കേഷൻ. നമ്മുടെ കണ്ണിലുള്ള ലെൻസിന് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്ഷൻ ബി അക്കോമഡേഷൻ. ഓപ്ഷൻ ബി അക്കോമഡേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മുടെ കണ്ണുകളിൽ തന്നെയുള്ള ciliary muscles is responsible for changing the focal length of the object. അപ്പോൾ 28ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഐ ലെൻസിന് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് അക്കോമഡേഷൻ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. കണ്ണുകളിൽ തന്നെയുള്ള സിലിയറി മസിൽസ് ആണ് ഈ ഒരു മെക്കാനിസത്തിന് കാരണം. Which one of the following is not a kind of major punishment for various types of conduct? Which one of the following is not a kind of major punishment for various types of misconduct ആണെന്നാണ് ചോദ്യം. മിസ്കണ്ടക്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് withholding of increments, discharge
demotion and loss of privileges. Correct answer എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, loss of privileges ആണ് correct ആയിട്ടുള്ള answer. Indicate the gas used for sterilization. Sterilization നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനിൽ നമുക്കുള്ളത് നൈട്രസ് ഓക്സൈഡ്, സൈക്ലോഹെക്സേൻ, ക്ലോറോഫോം ആൻഡ് എത്തിലീൻ ഓക്സൈഡ്. എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, എത്തിലീൻ ഓക്സൈഡ്. എത്തിലീൻ ഓക്സൈഡ് ആണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത്. നൈട്രസ് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് ചിലർക്ക് കൺഫ്യൂഷൻ തോന്നും. പക്ഷേ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഇൻഹലേഷണൽ അനസ്തെറ്റിക് ഏജന്റ് ആണ്. ഇൻഹലേഷണൽ അനസ്തെറ്റിക് ഏജന്റ് ആണ് നൈട്രസ് ഓക്സൈഡ്. അതുമല്ല, അതിന്റെ മറ്റൊരു പേരാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. ലാഫിംഗ് ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡിന്റെ മറ്റൊരു പേര്. അതൊരു ഇൻഹലേഷണൽ അനസ്തെറ്റിക് ആണ്. സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് എത്തിലീൻ ഓക്സൈഡ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Which one of the following is not a terms associated with the therapeutic drug interaction? Drug interaction-ഉമായിട്ട് ബന്ധമില്ലാത്ത ടേം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. അഡിഷൻ, ഓക്സിഡേഷൻ, സൈനർജിസം ആൻഡ് ആന്റഗോണിസം. ഡ്രഗ് ഇന്ററാക്ഷൻ, അതായത് ഒന്നിലധികമുള്ള ഡ്രഗ്സുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും, അതുമല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു എഫക്റ്റ് ആയിരിക്കും, അതുമല്ലെങ്കിൽ അൺവാണ്ടഡ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഡ്രഗ് ഇന്ററാക്ഷനുമായിട്ട് ഇവിടെ ബന്ധമില്ലാത്ത ടേം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ, ഓക്സിഡേഷൻ. മറിച്ച് അഡിഷൻ, സൈനർജിസം, ആന്റഗോണിസം ഇവയൊക്കെ റിലേറ്റ് ചെയ്തത് ആരുമായിട്ടാണ്? ഡ്രഗ് ഇന്ററാക്ഷൻ. ഒട്ടും ബന്ധമില്ലാത്തതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഒന്നിലധികം ഡ്രഗ്സുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് കിട്ടുന്ന എഫക്റ്റുകളെയാണ് നമ്മൾ ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓക്സിഡേഷൻ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഡ്രഗ് ഇന്ററാക്ഷൻ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ? ഓപ്ഷനിൽ നമുക്കുള്ളത് ഹെഡ്സ് ഉണ്ട്. ഓപ്ഷൻ എ ഹെഡ്സ്, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി പാസ്കൽ ആൻഡ് ഓപ്ഷൻ ഡി ഹെൻറി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പാസ്കൽ, വിച്ച് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ സി പാസ്കൽ ആണ് കറക്റ്റ് ആൻസർ, വിച്ച് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നോർമൽ റേഞ്ച് ഓഫ് ഡയസ്റ്റോളിക് പ്രഷർ? താഴെ പറയുന്നവയിൽ ഏതാണ് ഡയസ്റ്റോളിക് പ്രഷറിന്റെ നോർമൽ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത്? ബ്ലഡ് പ്രഷർ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ നമ്മൾ പഠിക്കേണ്ട രണ്ട് ടേം ആണ് സിസ്റ്റോളിക് പ്രഷർ ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്നുള്ളത്. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? മിനിമം പ്രഷർ ആണ് ഡയസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നതോ മാക്സിമം പ്രഷർ ആണ് സിസ്റ്റോളിക് പ്രഷർ. മിനിമം പ്രഷർ ആണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രഷർ ഇൻ വിച്ച് ദ ഹാർട്ട് റെസ്റ്റ് ബിറ്റ്വീൻ ദ ബീറ്റ്സ്. ബീറ്റ്സിന് ഇടയ്ക്ക് ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രഷർ ആണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. മിനിമം പ്രഷർ ആണ് ഡയസ്റ്റോളിക് പ്രഷർ അല്ലെ? അപ്പൊ ഓപ്ഷൻസ് നമുക്കുള്ളത് 70 to 90 mm of Hg, 100 to 120 mm of Hg, 110 to 145 mm of Hg and 40 to 55 mm of Hg. ഈ ക്വസ്റ്റ്യനില് ഡയസ്റ്റോളിക് പ്രഷറിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ, 70 to 90 mm of Hg. 1 milligram is equal to 1 milligram equal to എത്രയാണെന്നുള്ളതാണ്. 1 milligram നമുക്ക് ഓപ്ഷനിലുള്ളത് 0.1 gram, 0.01 gram, 0.0001 gram and ഓപ്ഷൻ ഡി 0.001 gram. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 milligram is equal to ഓപ്ഷൻ ഡി 0.001 gram. ഓപ്ഷൻ ഡി is the correct answer. Sodium fluoride is used to prevent. സോഡിയം ഫ്ലൂറൈഡ് എന്ന കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസിൽ പറയാനുള്ളത് ഓപ്ഷൻ എ അൾസർ, ഓപ്ഷൻ ബി ഡെന്റൽ കാരീസ്, ഓപ്ഷൻ സി ഡാൻഡ്രഫ്,
ഓപ്ഷൻ ഡി സ്കിൻ പ്രോബ്ലംസ്. സോഡിയം ഫ്ലൂറൈഡ് എന്ന കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത് ഡെന്റൽ കാരീസ് അല്ലെങ്കിൽ ടൂത്ത് ഡീകേ. ഡെന്റൽ കാരീസ് അല്ലെങ്കിൽ ടൂത്ത് ഡീകേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോഡിയം ഫ്ലൂറൈഡ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? സ്റ്റാനസ് ഫ്ലൂറൈഡ്, SnF2, സ്റ്റാനസ് ഫ്ലൂറൈഡ്. അപ്പൊ സോഡിയം ഫ്ലൂറൈഡും സ്റ്റാനസ് ഫ്ലൂറൈഡ് എന്ന കോമ്പൗണ്ട് ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡെന്റൽ കാരീസ് അല്ലെങ്കിൽ ടൂത്ത് ഡീകേ. 41ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഡെന്റൽ കാരീസ് ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിക്കോട്ടിനിക് ആന്റഗോണിസ്റ്റ് ഏതാണെന്നുള്ളതാണ്. നിക്കോട്ടിനിക് ആന്റഗോണിസ്റ്റ്. നിക്കോട്ടിനിക് ആന്റഗോണിസ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്താണ്? ബൈ ബ്ലോക്കിംഗ് ദി ആക്ഷൻ ഓഫ് അസറ്റൈൽ കൊളൈൻ. അസറ്റൈൽ കൊളൈൻസിന്റെ ആക്ഷൻസിനെ ബ്ലോക്ക് ചെയ്താണ് നിക്കോട്ടിനിക് ആന്റഗോണിസ്റ്റ് വർക്ക്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അസറ്റൈൽ കൊളൈനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ നിക്കോട്ടിനിക് ആന്റഗോണിസ്റ്റിനെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തത് ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ്. ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ്. രണ്ടാമത്തത് പെരിഫറൽ മസിൽ റിലാക്സൻസ്. പെരിഫറൽ മസിൽ റിലാക്സൻസ്. ആദ്യത്തത് എന്ന് പറയുന്നത് ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് പെരിഫറൽ മസിൽ റിലാക്സൻസ് ആണ്. ഇവിടുത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ഓപ്ഷനില് ഏതാണ് നിക്കോട്ടിനിക് ആന്റഗോണിസ്റ്റ് എന്നുള്ളതാണ്. ഡെക്കാമെന്തോണിയം, അട്രോപ്പിൻ, സെക്സാമെന്തോണിയം ആൻഡ് ഹയോസിൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ഡെക്കാമെന്തോണിയം, വിച്ച് ഈസ് എ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ് ഡെക്കാമെന്തോണിയം. നിക്കോട്ടിനിക് ആന്റഗോണിസ്റ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ബ്ലോക്കിംഗ് ദ ആക്ഷൻ ഓഫ് അസറ്റൈൽ കൊളൈൻ which is divided into 2. First one is ganglionic blockers and second one is peripheral muscle relaxants, and nicotinic antagonist is decamenthonium which is a quaternary ammonium compound. 42ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഡെക്കാമെന്തോണിയം ആണ്. ഐഡന്റിഫൈ ദ മെക്കാനിസം ഓഫ് ഹാമർ മിൽ. ഹാമർ മില്ലിന്റെ മെക്കാനിസം എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻസിൽ നമുക്കുള്ളത് അട്രിഷൻ, കംപ്രഷൻ, ഇംപാക്ട് ആൻഡ് കട്ടിംഗ്. അട്രിഷൻ, കംപ്രഷൻ, ഇംപാക്ട് ആൻഡ് കട്ടിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഇംപാക്ട് ആണ്. ഇംപാക്ട് ആണ് ഹാമർ മില്ലിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇംപാക്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് വൈറ്റമിൻ B3? വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് വൈറ്റമിൻ B3 എന്നുള്ളതാണ്. ഓരോ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, പിരിഡോക്സിൻ. പിരിഡോക്സിൻ എന്ന് പറയുന്നത് ഏത് വൈറ്റമിൻ ആണ്? B6. പിരിഡോക്സിൻ വൈറ്റമിൻ B6. റൈബോഫ്ലേവിൻ. റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B2. പാന്റോതെനിക് ആസിഡ്. പാന്റോതെനിക് ആസിഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ B5. ആൻഡ് നിക്കോട്ടിനിക് ആസിഡ്. നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ, അതുമല്ലെങ്കിൽ പിരിഡിൻ 3 കാർബോക്സിലിക് ആസിഡ്. നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ അല്ലെങ്കിൽ പിരിഡിൻ 3 കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റമിൻ B3. സോ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിക്കോട്ടിനിക് ആസിഡ് ആണ്. വൈറ്റമിൻ B3 ആണ് നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത്. പിരിഡോക്സിൻ B6, റൈബോഫ്ലേവിൻ B2, പാന്റോതെനിക് ആസിഡ് B5 ആൻഡ് നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റമിൻ B3. വൈറ്റമിൻ B3യുടെ മറ്റു പേരുകളാണ് നിക്കോട്ടിനിക് ആസിഡ്, നിയാസിൻ, പിരിഡിൻ 3 കാർബോക്സിലിക് ആസിഡ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാക്ടീരിയൽ സെൽ വാൾസ് ആർ കമ്പോസ്ഡ് ഓഫ്. ബാക്ടീരിയൽ സെൽ വാൾസ് ആർ കമ്പോസ്ഡ് ഓഫ്. എന്തൊക്കെ ചേർന്നിട്ടാണ് ബാക്ടീരിയൽ സെൽ വാൾസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: പെപ്റ്റിഡോഗ്ലൈക്കൻ, സ്റ്റിറോൾസ്, പ്രോട്ടീൻസ് ആൻഡ് പോളിസാക്കറൈഡ്സ്. പെപ്റ്റിഡോഗ്ലൈക്കൻ, സ്റ്റിറോൾസ്, പ്രോട്ടീൻസ് ആൻഡ് പോളിസാക്കറൈഡ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് ദ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ? പ്രോട്ടീന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കി പഠിക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോലിസിസ് ടെസ്റ്റ് ആണ്. ഹൈഡ്രോലിസിസ് ടെസ്റ്റ്. രണ്ടാമത്തേന്ന് പറയുന്നത് ക്രൈസ് ടെസ്റ്റ്. മൂന്നാമത്തേന്ന് പറയുന്നത് ബയൂർ ടെസ്റ്റ്. ആൻഡ് നാലാമത്തേന്ന് പറയുന്നത് മൊളിഷ്യസ് ടെസ്റ്റ്. ഇവിടെ ചോദ്യം പ്രോട്ടീന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബയൂററ്റ് ടെസ്റ്റ്. ബയൂററ്റ് ടെസ്റ്റ് ആണ് പ്രോട്ടീന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഇവിടുത്തെ ചോദ്യത്തില് പ്രോട്ടീന് പകരം കാർബോഹൈഡ്രേറ്റ് ആണ് വന്നിരുന്നെങ്കിൽ,
കാർബോഹൈഡ്രേറ്റ് ആണ് വന്നിരുന്നെങ്കിൽ അതിന്റെ ആൻസർ എന്താവുമായിരുന്നു? ഓപ്ഷൻ ഡി ആവുമായിരുന്നു, മൊളിഷ്യസ് ടെസ്റ്റ്. മൊളിഷ്യസ് ടെസ്റ്റ് എന്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്? കാർബോഹൈഡ്രേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് മൊളിഷ്യസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രോട്ടീന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്താണ്? ബയോററ്റ് ടെസ്റ്റ്. ഇവിടുത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ബയോററ്റ് ടെസ്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. എത്തിലീൻ ഗ്യാസ് പ്രൊമോട്ട്സ്. എത്തിലീൻ ഗ്യാസ് പ്രൊമോട്ട്സ് ഓപ്ഷനിലുള്ളത് റൂട്ട് ഫോർമേഷൻ, അബ്സിഷൻ ഓഫ് ലീവ്സ്, അബ്സിഷൻ ഓഫ് ലീവ്സ്, സെൽ ഡിവിഷൻ ആൻഡ് ഫ്രൂട്ട് റൈപ്പനിങ്. സെൽ ഡിവിഷൻ ആൻഡ് ഫ്രൂട്ട് റൈപ്പനിങ്. എത്തിലീൻ ഗ്യാസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ, ഫ്രൂട്ട് റൈപ്പനിങ്. ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എത്തിലീൻ ഗ്യാസ്, വിച്ച് ഈസ് എ ഗ്യാസിയസ് പ്ലാന്റ് ഹോർമോൺ. Ethylene gas is a gaseous plant hormone which causes the fruit ripening. So correct answer എന്ന് പറയുന്നത് എന്താണ്? Option D, fruit ripening is the correct answer.